ഓക്കെ. ആണ് പ്രശ്നം. ഈ സാധനം വെച്ചടത്ത് കാണൂല. അളിയോ സിദ്ധുളയാ അളിയോ ഒന്ന് ചാവി ഉണ്ടോ? ഓ പോക്കറ്റിട്ട് അടക്കിയാണ്. ജസ്റ്റ് ഒരു പരിപാടിക്ക് പോണ്. പോയിട്ട് വൈകിട്ടാവും തിരിച്ചു വരാൻ. കുറച്ച് രാത്രിയാവും. ഓക്കെ ബൈ ബൈ. ചേച്ചി അടുത്ത് പറഞ്ഞേക്കെ. ചേച്ചി അടുത്ത് എന്ത് പറയാ? ഇവനെ എവിടെയോ പാർട്ടിക്ക് പോവാട്ടോ. അങ്ങനത്തെ പാർട്ടിക്കൊന്നും പോണ്ട. എങ്ങനത്തെ പാർട്ടിക്ക്? കള്ളുകുടി പരിപാടിക്ക്. എല്ലാം വിളിച്ചാ പറയാൻ കേട്ടാ ഞാൻ. അല്ലേ ഞാൻ നമ്മുടെ ജിയാസിന്റെ വീട്ടില് നോമ്പ് തുറക്കാണ്. ആ നോമ്പ് തുറയാ? വെറുതെ അല്ല സാർ രാവിലെ തൊട്ട് പട്ടിണി കിടന്നല്ലേ? അങ്ങനൊന്നുമില്ല ചേച്ചി. നോക്കിക്കോ അവിടെ നിന്ന് എന്തൊക്കെ കാണുമെന്നറിയോ? മട്ടൻ ബിരിയാണി, പോത്തിറച്ചി, പൊറോട്ട എല്ലാം കാണും. എവിടെ ഇതൊക്കെ കാണുന്നേ? നോമ്പോറൊക്കെ ഞാൻ പോണ വീട്ടില്. എനിക്ക് ഞാനും വരട്ടെ? വേണ്ട. പോയിട്ട് സാർ അപ്പൊ വരും. അവിടുത്തെ ഫുഡൊക്കെ തീരുമ്പോ വരും. പോട്ടാ പോട്ടാളിയാ. ആവശ്യത്തിന് മാത്രം കഴിക്കണേടാ. ലിമിറ്റ് ചെയ്ത് കഴിക്കൂലളിയാ. വയറൊക്കെ നിറഞ്ഞ് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലും എല്ലാ ഓട്ടം വിളിച്ച് വരിക. എന്നിട്ട് അതിന്റെ കാശ് ചേച്ചി ഞാൻ കൊടുക്ക. അളിയൻ കൊടുക്കും. ആരാണെങ്കിലും കൊടുത്താൽ മതി. ഓക്കെ പോട്ടോളിയാ. പാറേ 3 ദിവസം കഴിയുമ്പോ ഒരു നോമ്പോറുണ്ട്. അതിന് ഞാൻ മക്കളെ കൊണ്ടുപോവാം. ഓക്കെ ബൈ. കൊറേ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ഒക്കെ കഴിക്കാലോ. സാറെന്താ ആലോചിക്കണേ? ഒന്നുമില്ലടി, ഞാൻ ദുബായിൽ ഉണ്ടായിരുന്നപ്പോഴേ ഇതുപോലെ എത്ര സ്ഥലത്ത് ഞാൻ നോമ്പുറക്കം പോയിരുന്നു അറിയോ. മാത്രമല്ല ഞാൻ ഇടയ്ക്ക് നോമ്പ് പിടിക്കുമായിരുന്നു. പിന്നെ നൈറ്റ് ഒക്കെ ആകുമ്പോൾ ഷിഹാബൊക്കെ ആയിട്ട് വണ്ടി എടുത്തൊരു ഡ്രൈവും പോകും. മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചാൽ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഷിഹാബിക്കാനെ നോമ്പുറക്കി ഇവിടെ വിളിച്ചാലോ? വിളിക്കാലോ. എന്നാ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചവരെ തന്നെ വിളിക്കാം. അതാവുമ്പോ നമുക്ക് അടിച്ചു പൊളിക്കാം. ആ കഴിഞ്ഞ തവണത്തെക്കാളും കുറച്ചും കൂടെ ഗ്രാൻഡ് ആക്കാൻ പരിപാടി. നമ്മൾ എങ്ങനെ ഗ്രാൻഡ് ആക്കും? ഗ്രാൻഡ് ആക്കാൻ ഇവിടെ കുറെ പരിപാടികൾ ഉണ്ടല്ലോ. അതെ കൊറേ പരിപാടികൾ ഉണ്ടല്ലോ. നീ എനിക്കാനെ വിളിച്ച കാര്യം പറ. സംസാരിക്കട്ടെ. നമുക്ക് അമ്മൂമ്മ എടുത്ത് സംസാരിക്കാം. അവരെത്തിയില്ല. ഇപ്പൊ എത്തുമെന്നാ വിളിച്ചപ്പോ പറഞ്ഞേ. അല്ല മോനിവിടെ നിന്നാലെങ്ങനെയാ? ബാ ഇഷ്ടം പോലെ പണിയുണ്ട്. അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാവേ. എത്തി. സിദ്ധു നമ്മള് കാത്തിക്ക. സുഖം നോക്കോ. അയ്യോ ലച്ചുമ്പോൾ നാളെ കണ്ണിനെക്കാട് മെലിഞ്ഞിക്കുന്നില്ലേ? പിന്നെ ഓള് സിദ്ധു വന്ന സന്തോഷത്തിലല്ലേ? ബ്യൂട്ടി ആയതാന്ന്. ജിമ്മിലൊക്കെ പോകുന്ന കണ്ടുപിടിക്കും. ഞാൻ വണ്ണം വെക്കണതേ സിദ്ധുന് ഇഷ്ടല്ല. അതും കണ്ടുപിടിക്ക്. സിദ്ധു നീ വിളിച്ചപ്പോ പിന്നെ ഒന്നും നോക്കിയില്ലട്ടോ. ഞങ്ങൾ അപ്പം തന്നെ പോന്ന്. വന്നതിൽ ഒരുപാട് സന്തോഷം. എന്താ പേരെന്താ? അറബാബുവിന്റെ പുലിക്കുട്ടിയുടെ പേരാണല്ലോ. അർബാബിട്ട പേരാ, നല്ല പേരല്ലേ? വന്നല്ലോ തമാശക്കാരൻ്റെ അളിയതാ. ആ അമ്മ കനകം. പാറു പാറു എന്റെ മോളാ. പാറേ പുതിയ കമ്പനിക്കാരെ കിട്ടിയല്ലോ. What is your name? My name is Yara. சொல்ல பாரு இங்கிலீஷ்.
കുറച്ച് കയറ്റി പിടിച്ചു തരണം. ഓ മകളെ പേരെന്താ പറഞ്ഞേ? യാറ. യാറ. നോക്കണ്ട, അത് തന്നെ. അർബാബിട്ട പേരാ. നന്നായിരിക്കുന്നെ. യാത്രയൊക്കെ സുഖമായിരുന്നു. ഒന്നും പറയണ്ട അമ്മേ. ഞങ്ങൾ ഈ റോഡ് മുഴുവൻ ബ്ലോക്കായി അരിച്ചിട്ടേ ഞങ്ങൾ നേരെ വെളുത്തപ്പോഴേ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. എന്നാ വേഗം ഇവിടെ എത്താലോ. പൊന്നാനി വരെ ഹൈവേ ആയിട്ട് പ്രശ്നമല്ല, പിന്നെ ഒന്നും പറയാൻ പറ്റില്ലേ? ஐயோ எல்லாரும் இங்கே நின்னு பேசாம உள்ள வந்து பேசலாமே. അല്ല ഇവള് ഇതുവരെ മലയാളം പഠിച്ചില്ല. மலையாளம் கேட்டா நல்லா புரியும், ஆனா பேச ரொம்ப தயக்கம். ആ ഈ ഒരു കാര്യം ചെയ്യേ, 2 ദിവസത്തിന്റെ പുറകിൽ വന്നിക്ക്. അവർക്ക് പച്ചവെള്ളം പോലെ ഞാൻ മലയാളം പഠിപ്പിച്ചത്. അല്ല നിങ്ങൾ ആരെന്താ പോരയിലേക്ക് 2 ദിവസം നിൽക്കാൻ വരാത്തത്? നിങ്ങൾ വിളിച്ചില്ലേ നീ? ഞാൻ വിളിക്കാറുണ്ട്, വരണ്ടേ? നിങ്ങൾ വിളിക്കും പോലെ വിളിക്കായിട്ട് ഒരു വരാത്തത്. നിങ്ങൾ നോക്കിക്കോ, മുമ്പ് 2 ദിവസം കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുമ്പോ ഓരുമ്പളെ പിന്നാലെ വരും. ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ പോട്ടോ. കനകം പഴംപൊരി വേണം. கண்டிப்பா ആ. പഴംപൊരി മാത്രമല്ല ഇന്നിക്ക നമ്മൾ ഞെട്ടിക്കും. ഓ നീ കോമഡി പറഞ്ഞ ഈ ഞെട്ടിക്കാൻ പോന്നല്ലേ? അതുകൊണ്ട് തമാശക്കാരെ. പിന്നെ ഇങ്ങോട്ട് തിരിങ്ങള് വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഇത് കൊടുക്കണ്ടേ ലച്ചോ? ഓക്കെല്ലേ? താങ്ക് യു. പാർവതി കനകോ, എടി ഇവളെ ഈ പറഞ്ഞ നീല കളർ അലുവല്ലേ, അത് ഇതുവരെ പീടിയിൽ ഇറങ്ങിയില്ലാന്ന്. ഈ ഒരു കാര്യം ചെയ്യേ, ഇതിൽ ഞാൻ പിസ്തപ്പച്ച കളർ മേടിച്ചിട്ടുണ്ട്, ഈ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ. അമ്മേ ദാ കേശു അണക്കളിയിലുണ്ട് കേട്ടോ. എങ്കിൽ പിന്നെ നമുക്ക് അകത്തേക്ക് ഇരുന്നാലോ? ഓ ഇരിക്കാലോ. കേറ്, എല്ലാരും കേറ്. സൈറ പോരെ കേറിക്കോ, എല്ലാരും കേറിക്കോ. എടി സിദ്ധുവിന്റെ ലച്ചുവിന്റെ സ്നേഹം കണ്ടുപിടിക്കാനാ നിന്നെ കൊണ്ട് കൂട്ടിക്കൊണ്ട് വന്നു കേട്ടാ. നിന്റെ മനുഷ്യൻ എനിക്ക് ഇങ്ങോട്ട് അതാ ഞാൻ പറയാനുള്ളത്. യോ എന്തോരം സ്നേഹ കുട്ടികള്. നിങ്ങൾ വരുന്നില്ലേ?